ഹായ്, വെൽക്കം ടു മൈ ചാനൽ മാത്തമാറ്റിക്സ് മെയ്ഡ് ഈസി ബൈ മേരി എം ജെ. ഇന്ന് നമ്മൾ +2 ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിയുടെ പാർട്ട് 5 വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ എക്സസൈസ് 5.1ൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ചെയ്തത്. ഇപ്പോൾ നമ്മൾ 21st ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 21, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. f of x equal to sin x plus cos x, f of x equal to sin x minus cos x, f of x equal to sin x into cos x. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, കണ്ടിന്യൂറ്റിയിൽ രണ്ട് ഫങ്ഷൻസ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ സമ്മ് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻസ് കണ്ടിന്യൂസ് ആണ്, അതിൻ്റെ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ രണ്ട് ഫങ്ഷൻസ് g of x ഉം k of x ഉം ആയിട്ട് എടുക്കുകയാണെങ്കിൽ g of x plus k of x കണ്ടിന്യൂസ് ആണ്, g of x minus k of x കണ്ടിന്യൂസ് ആണ്, g of x into k of x കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ g of x ഉം k of x ഉം കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കണം. അപ്പോൾ സപ്പോസ് g and k are two continuous functions. g യും k യും രണ്ട് continuous functions are two continuous functions. Then g plus k is continuous, g minus k is continuous, and g into k is continuous. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ജിയും കെയും ഒന്ന് കണ്ടിന്യൂസ് ആണെന്ന് കാണിച്ചാൽ ബാക്കി എല്ലാം ഇതിനകത്ത് തന്നെ കിട്ടും അല്ലേ. സോ ഫസ്റ്റ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് g of x equal to sin x and k of x equal to cos x are continuous functions. രണ്ടും കണ്ടിന്യൂസ് ആണെന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്തെടുക്കണം, g of x ഈക്വൽ ടു sin x എടുത്തു. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എക്സിന് h പ്ലസ് കെ കൊടുക്കുക. അപ്പോൾ എക്സിന് h പ്ലസ് കെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ലിമിറ്റ്, അതിന് എക്സ്റ്റെൻസ് 0 പ്ലസും 0 മൈനസും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, രണ്ടും ഒരേ ഇതിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 g of x ഈക്വൽ ടു അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, kന് 0 ആണെങ്കിൽ ഇഫ് k is tending to 0 then x is tending to h. അപ്പോൾ ഇവിടെ ലിമിറ്റ് x tends to h ആണ് വരിക. ലിമിറ്റ് x tends to h g of x, that is limit x tends to h g of x ന് പകരം sin x, that is limit x tends to h ന് പകരം എന്ത് കൊടുക്കണം, k tends to, ലിമിറ്റ് x tends to h ആണെങ്കിൽ അവിടെ k tends to 0 ആകുമ്പോഴാണ് x tends to h ആവുന്നത്. സോ ഇതിന് പകരം k tends to 0 sin of h plus k, എക്സിന് പകരം h plus k. ഇനി നമ്മൾ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലിമിറ്റ് k tends to 0 sin h, ഇപ്പോൾ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ ആണ്. അപ്പോൾ സൈൻ എച്ച് കോസ് കെ പ്ലസ് കോസ് എച്ച് സൈൻ കെ. പിന്നെ അവിടെ നമ്മൾ കെക്ക് 0 കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പാർട്ട് 0 ആയി പോകും അല്ലേ, സെക്കൻഡ് പാർട്ടാണ് 0 ആവുക. അപ്പോൾ ഇവിടെ കോസ് 0 ആണെങ്കിൽ കോസ് 0 എന്താണ്, കോസ് 0 1 ആണ്. അപ്പോൾ ദിസ് ഇസ്, അപ്പോൾ ഇവിടെ സൈൻ എച്ച് ഇൻറ്റു cos 0 എന്ന് വെച്ചാൽ 1 പ്ലസ് cos h ഇൻറ്റു സൈൻ 0 is 0
and that is equal to sin h. But g of x limit extends to h, g of x is equal to sin h. പിന്നെ g of h എന്താണ്? What is g of h? ഡയറക്റ്റ് നമ്മൾ h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിലും sin x ന് sin h തന്നെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ലിമിറ്റ് കൊടുത്ത് ചെയ്യുമ്പോഴും നമുക്ക് അല്ലാതെ ചെയ്യുമ്പോഴും രണ്ടും സെയിം വാല്യൂ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് കണ്ടിന്യൂസ് ആണ്. Therefore limit extends to h, g of x is equal to g of h. Therefore g is continuous. ഇനി g കണ്ടിന്യൂസ് ആണ് കിട്ടിയത്, sin x കണ്ടിന്യൂസ് ആണ് കിട്ടി. ഇതേപോലെ തന്നെയാണ് cos x കണ്ടിന്യൂസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെ കൊടുക്കുക, cos of h plus k എന്ന് കൊടുക്കുക. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും? cos h തന്നെ കിട്ടും. ദാറ്റ് മീൻസ് കോസും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ k എന്നായിരുന്നു അതിനെടുത്തത് അല്ലേ? അപ്പോൾ k of x equal to cos x is also continuous. ഇതേപോലെ തന്നെ ചെയ്താൽ മതി. is also continuous. അപ്പോൾ ഇത് രണ്ടും കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആയതുകൊണ്ട് എന്തൊക്കെ പറയാം? രണ്ട് ഫങ്ഷൻസ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ സമ്മും അതിൻ്റെ പ്രോഡക്റ്റും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഒക്കെ കണ്ടിന്യൂസ് ആണ്. സോ therefore sin x plus cos x is continuous. Cos x is a continuous function. പിന്നെയോ sin x മൈനസ് cos x അതും കണ്ടിന്യൂസ് ആണ്. sin എക്സും cos എക്സും കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ സമ്മും ഡിഫറൻസും പ്രൊഡക്റ്റും ഒക്കെ കണ്ടിന്യൂസ് ആണ്. ഇൻറ്റു cos x ഇസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കണ്ടിന്യൂസ് ആണ്. ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെയാണ് കണ്ടിന്യൂറ്റി ഓഫ് കൊസൈൻ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഇനി അതിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ question number 23. Find all points of discontinuity of f, where f of x equal to sin x by x if x less than 0 and x plus 1 if x greater than or equal to 0. ഡിസ്കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ LHL എടുക്കുന്നു. LHL is equal to limit x tends to 0 minus അവിടെ f of x എടുക്കേണ്ടത് sin x by x. ലിമിറ്റ് sin x by x, x tends to 0 sin x by x എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലേ? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് 1 ആണ്. sin x എടുത്താൽ sin x by x എന്തായിരിക്കണം? അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 1 ആണ്. അതേപോലെ RHL ഈക്വൽ ടു ലിമിറ്റ് x tends to 0 പ്ലസ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ എടുക്കേണ്ടത് x plus 1. എക്സിന് 0 കൊടുക്കുമ്പോൾ ആൻസർ 1. therefore പിന്നെ ഈക്വൽ ടു 0 ആണെങ്കിലും, അതായത് എഫ് ഓഫ് 0 എടുക്കുമ്പോഴും നമുക്ക് എന്താ കിട്ടുക? എഫ് ഓഫ് 0 ആകുമ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ തന്നെയാണ് എടുക്കുക, എക്സ് പ്ലസ് 1 തന്നെയാണ് എടുക്കുക. അപ്പോൾ അതിൽ എക്സിന് 0 കൊടുക്കുമ്പോഴും ആൻസർ 1 ആണ്. therefore LHL equal to RHL. therefore LHL equal to RHL equal to f of 0. therefore f is continuous. f is continuous at x equal to 0 continuous ആണ്. അപ്പോൾ there are no points of discontinuity. അല്ലെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് find all points of discontinuity എന്നാ. therefore there are no points of discontinuity. ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആണെന്നല്ല പറയേണ്ടത്, ദർ ആർ നോ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 24. ഡിറ്റർമിൻ if f defined by
f of x equal to x square sine 1 by x if x not equal to 0 and equal to 0 if x equal to 0 is a continuous function. ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇതെങ്ങനെ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്? ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് എക്സ് ലെസ് ദാൻ 0 എക്സ് ഗ്രേറ്റർ ദാൻ 0 ഒന്നുമല്ല. എക്സ് 0 അല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം LHL ആണെങ്കിലും RHL ആണെങ്കിലും സെയിം നമ്മൾ എടുക്കേണ്ടത് അല്ലേ? എക്സ് സ്ക്വയർ സൈൻ 1 by x ആണ് എടുക്കേണ്ടത്. വെൻ എക്സ് ലെസ് ദാൻ 0യോ എക്സ് ഗ്രേറ്റർ ദാൻ 0യോ ആണെങ്കിലും ഇത് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒറ്റ ഇതിൽ ചെയ്താൽ മതി. LHLും RHLും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് മാത്രം കണ്ടാൽ മതി. കാരണം ലെസ് ദാൻ 0 ആണെങ്കിലും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലും ഒരേ ഫംഗ്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ സൈൻ 1 by x. ഇനി എക്സിന് 0 കൊടുക്കുമ്പോൾ 0 ആണ് അല്ലേ? അപ്പോൾ അതിനകത്ത് വേറെ ഒന്നും നമ്മൾ ചെയ്യാനില്ല. ആൻസർ 0. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് അവിടെ 0 ആണ്. എഫ് ഓഫ് 0 ഈസ് ഓൾസോ തന്നിട്ടുണ്ട് equal to 0. Therefore it is continuous. Therefore limit extends to 0 f of x is equal to f of 0. Therefore f is continuous. Continuous at x equal to 0. So f of x is continuous everywhere. There are no points of discontinuity. Ini next question. Question number 25. Examine the continuity of f. Examine the continuity of f where f is defined by f of x equal to sin x minus cos x if x not equal to 0 and equal to minus 1 if x equal to 0. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എന്നുള്ള ഒറ്റ ഫംഗ്ഷനെ എടുക്കാനുള്ളൂ അവിടെ. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സിന് പകരം സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. അപ്പോൾ അവിടെ LHLോ RHLോ ഒന്നുമില്ല, ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷൻ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണ് അല്ലേ? അപ്പോൾ അതിൽ പിന്നെ വേറെ ലെസ് ദാൻ 0 ആണെങ്കിൽ ഇതാണ്, ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഇതാണെന്നൊന്നുമില്ല. അപ്പോൾ അത് ഒറ്റ ഒരു ലിമിറ്റ് കണ്ടാൽ മതി. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്. സോ ദ ആൻസർ ഇസ് -1. ഇനി അതേപോലെ എഫ് ഓഫ് 0 ആണെങ്കിലോ, എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ അവിടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ -1 ആണ്. എഫ് ഓഫ് 0 ഈസ് -1. അപ്പോൾ എല്ലാം സെയിം ആയിട്ട് വന്നില്ലേ? Therefore limit extends to 0 f of x is equal to f of 0. Therefore f is continuous at x equal to 0. Hence f has no point of discontinuity. എല്ലാം കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇനി ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കെൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് തന്നിട്ട് കെൻ്റെ വാല്യൂ കാണാൻ. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഇനിയുള്ളത് കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ട് നമ്മൾ കെൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.